ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ സർവൈവൽ ഡിസ്പ്ലേയുടെ 11ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും തന്നെ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വീണ്ടും ചത്തു. നമ്മുടെ എലൈറ്റർ നമ്മളിൽ നിന്ന് വിട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നൊരു ബേസ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം അറിയുന്നുണ്ടാവും. ഈ വീട് നമ്മുടെ മൈൻസ് കണ്ട കൂട്ടുകാർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഈ വീട് സൂക്ഷിച്ചു നോക്കൂ. ഇവിടെയും കണ്ട് പരിചയമുണ്ടോന്നു. അതന്നെ കേസ് നമ്മളെ ക്രിക്കാരിയോ വീട് നമ്മളവിടെ നേരെ കണ്ട് തൂക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ഞാൻ ഫസ്റ്റത്തെ ഫ്ലോർ ചെയ്തിട്ടുണ്ട്. അവിടെ അതേപോലെ തന്നെ സെക്കൻഡത്തെ ഫ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ് ഞാൻ എത്ര ആവാട് ഒരു കൂടിയത്. അപ്പോൾ ബാസ്റ്റിനൊന്ന് റൈഡ് ചെയ്യാൻ പോയതായിരുന്നു. എലൈറ്റർ പറക്കായിരുന്നു. നമ്മുടെ ഇടക്കുള്ള ബഗ് അടിച്ചിട്ട് ചങ്കിലോടായില്ല. ഒരു മതിൽ മേടിച്ചു. നേരെ ലാബിൽ പോയി എലൈറ്റർ നമ്മളിൽ നിന്ന് വിട വാങ്ങി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കെൽറ്റൻ ഫാം സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മളൊരു സ്കെൽറ്റൻ ഫാമാണ് സെറ്റാക്കാൻ പോകുന്നത്. പിന്നെ അവിടെ എവിടെയോ മൈൻ ചെയ്തു വന്നപ്പോൾ ഒരു സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതിന് വേണ്ടി റിസോഴ്സും കാര്യമൊക്കെ തന്നെ എടുത്തിട്ട് നേരെ നമുക്ക് പോകാം ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ വേണ്ട റിസോഴ്സും കാര്യമൊക്കെ തന്നെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോഴ്സ് ഞാൻ കേവ് മൈനിങ്ങിന് പോയപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്ത് വരാച്ചിട്ടായിരുന്നു. ഏകദേശം നോക്കുമ്പോൾ നോക്കട്ടെ. ഏകദേശം എവിടെ നോക്കട്ടെ. ഏകദേശം എൻ്റെ കോഴ്സ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 34:29 അതിൻ്റെ കോഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നോക്കിയാൽ കാണും -26 നമുക്ക് നിൽക്കുന്നത്. ഇത് 34 പോകണം. 34 എന്ന് പറയുമ്പോൾ ഏകദേശം നോക്കട്ടെ. ചെറിയൊരു ലാഗ് ഉണ്ട് കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് വല്ല ഷെയ്ഡറോ അല്ല ഡാറ്റ പാക്സ് പറയുമോ? ഒരു മിനിറ്റ് ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റിൽ ഇത്രയും ലൂട്ടുണ്ട്. നമുക്ക് ചെസ്റ്റും കിട്ടട്ടെ. ആ ചെസ്റ്റും കിട്ടി. കേവൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. ഞാൻ വന്ന വയ്യ എവിടെ ഏത് കൂടിയോ വന്നതായിരുന്നു. ഈ കേവിൽ തന്നെ വന്നത്. ഞാൻ ഈ കേവിൽ തന്നെ വന്നത്. നമുക്ക് ഇനി സ്കെൽറ്റൻ ഫാമിനെ ഒരു അടിപൊളി XP ഫാം എന്തിനാണ് അടിക്കണേ? അപ്പോൾ ഞാനിതൊരു XP ഫാം ആക്കിയിട്ട് കാണിക്കാം. ഒരുപാട് സമയം എന്തായാലും എടുക്കും. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം. അപ്പോൾ അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് ആണ്. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറാം. അപ്പോൾ ഇതുവരെ ഇനി മുകൾ കയറാം. ഞാൻ മുകൾക്ക് കയറിയിട്ട് കാണിക്കാം. ഓക്കെ, അവസാനം നമ്മൾ മുകളിലെത്തി. ഈ ചെറിയ വൈക്കൂടിയാണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് വരുമ്പോഴേക്കും ഇവിടെ നല്ലൊരു വഴിയൊക്കെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോകാം. മറ്റേ ബേസിൻ്റെ സെക്കൻഡ്